ഒരു CPIM പ്രവർത്തകനെ കൂടി വധിച്ച് കൊലപാതക രാഷ്ട്രീയത്തിന്റെ അടുത്ത അധ്യായം ആരംഭിച്ചിരിക്കുന്നു. CPIMകാരനല്ലേ, അപ്പോൾ കൊല നടത്തിയത് RSSകാരായിരിക്കും എന്നതാണ് പൊതു നിഗമനം. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ദിവസം ഒരു BJPക്കാരൻ കൂടി കൊല്ലപ്പെട്ടു. കണ്ണൂരിൽ എങ്ങനെയെങ്കിലും പട്ടാളത്തെ എത്തിച്ച് കേരളത്തിൽ ഒന്ന് ഇടപെടുവിക്കാനുള്ള അവസരമല്ലേ, എന്തായാലും BJPക്കാരും വിട്ടുകൊടുത്തില്ല. രണ്ടാമത്തെ കൊലപാതകത്തിലുള്ള പ്രതിഷേധമായി സംസ്ഥാനത്താകെ ഹർത്താൽ ആചരിച്ച് അവർ 2 അടി മുന്നിലേക്ക് ചുവടുവച്ചിരിക്കുന്നു. എന്തായാലും ഈ കൊലപാതകങ്ങളിൽ BJPയുടെ MP ആണെങ്കിലും സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയത്തിന് അതീതമായ ദുഃഖമുണ്ട്. പ്രാർത്ഥനകൾക്ക് അപ്പുറത്ത് എന്താണ് നടക്കുന്നത് എന്ന് ഒരു ഏകദേശ ധാരണ നമുക്ക് വേണമല്ലോ. ഏറ്റവും ഒടുവിൽ സമാധാനം നിലനിന്ന ഒരിടത്ത് ഒരു CPIMകാരൻ കൊല്ലപ്പെടുന്നു. അതിന് പകരമായി തൊട്ടടുത്ത ദിവസം ഒരു BJPക്കാരനും കൊല്ലപ്പെടുന്നു. ഇനി ഈ കളി വീണ്ടും തുടരുമോ എന്ന പേടിയിലാണ് നാട്ടുകാർ. എന്തൊരവസ്ഥയാണത്! ദുഃഖകരമായ കാര്യമാണ്. 99 ഞങ്ങൾ സിനിമ ഒരു പറ്റം കലാകാരന്മാർ, അതെല്ലാ വിഭാഗത്തിലും എക്സിബിറ്റർ അടക്കമുള്ളവർ അവിടെ പോയി ആത്മാർത്ഥമായിട്ട് നടത്തിയ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇതങ്ങ് കെട്ടടങ്ങിയതാണ്. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥയാണോ എന്താണെന്നറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ഈ പറയുന്ന ചോര മുഴുവൻ ഒഴുകുന്നത് കണ്ണീരായിട്ടാണ്. അത് ഏത് രാഷ്ട്രീയ കക്ഷിയായാലും ശരി തന്നെ ഒരു മത്സരം മാത്രമായി ഇലക്ഷനെ കാണണം. ഭരണം പിടിച്ചെടുക്കുന്നത്, നമ്മളൊരു സ്പോർട്സ് ഇവൻറ്റിൽ ഓടി ജയിക്കുന്നു, അത് മികവിൻ്റെ പുറത്ത്. മികവിൻ്റെ പുറത്ത് എന്ന് പറയുന്നത് നമുക്ക് വേറെ പല സാമൂഹിക ഘടനകളും ഈ ഒരു ഇലക്ഷനിയറിങ്ങിലുള്ളത് കൊണ്ട് അത് വ്യക്തമായി നടക്കുന്നുവെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. എങ്കിലും ജയിക്കുന്നവനെ മാനിച്ചേ പറ്റും. അപ്പോൾ അത്തരത്തിൽ ജയിക്കുന്നവൻ തോക്കുന്നവനെ വകവരുത്താനും തയ്യാറാകാൻ പാടില്ല. അപ്പോഴും ഉയരുന്നത് വെല്ലുവിളികൾ മാത്രം. പാടത്ത് പണിയെടുത്താൽ വരമ്പത്ത് കൂലി കൊടുക്കാൻ നടക്കുന്നവർ ഒരു വശത്ത്, വരമ്പത്ത് കൂലി കിട്ടിയാലും ഇല്ലെങ്കിലും പണി ഞങ്ങളെടുക്കും എന്ന് പറഞ്ഞു നടക്കുന്നവർ മറുഭാഗത്ത്. പണിയെടുക്കുന്നവരും എടുപ്പിക്കുന്നവരും തമ്മിലുള്ള സംഘർഷമാണോ ഇത്? ഞാൻ മനസ്സിലാക്കുന്നത് ഈ പാടത്ത് പണിയെടുക്കുന്നു, ഇപ്പോൾ വരമ്പത്ത് പണിയെടുക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊന്ന് ജനങ്ങൾ ഒരു രാഷ്ട്രീയത്തിനകത്ത് നിന്നുകൊണ്ട് പറയുന്നതല്ല. അമ്മമാരും വീട്ടിൽ നിരാലംബരായിത്തീരുന്ന ഒരു വിഭാഗത്തിൻ്റെ വേദന ഒന്നതിനൊരു ചെറിയ ശ്രദ്ധ കൊടുത്താൽ നമുക്ക് ഇങ്ങനെയുള്ള ദുഷ്പ്രവർത്തികൾക്കൊരു വലിയ വിഘാതം സൃഷ്ടിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു മനുഷ്യച്ചങ്ങല ഉണ്ടാവണം. സുരേഷ് ഗോപി എന്തായാലും BJPയെ മാത്രമല്ല CPIMനെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കുറ്റപ്പെടുത്താനില്ല എന്നർത്ഥം. എന്നാൽ കോൺഗ്രസുകാർ ഈ ഘട്ടത്തിലും CPIMനെതിരായ ആയുധമായി തന്നെയാണ് കൊലപാതക രാഷ്ട്രീയത്തെ ഉപയോഗിക്കുന്നത്. KC അബു കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു അവസ്ഥയായാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലത്ത് ഒരുപാട് റെക്കോർഡുകൾ കേരളത്തിൽ ഉണ്ടാക്കിയിരുന്നു, പുതിയ റെക്കോർഡുകൾ. അതിലേറ്റവും വലുത് 400 ദിവസം കൊണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ കേരളത്തിൽ 100 പാലങ്ങൾ ഉണ്ടാക്കി. അതൊരു ചരിത്രപരമായ നേട്ടമായിരുന്നു. 5 വർഷത്തിനിടയിൽ 294 പാലങ്ങൾ, 400 ദിവസം കൊണ്ട് 100 പാലങ്ങൾ. എന്നാൽ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് കാലത്ത് അവരിങ്ങനെ ഉണ്ടാക്കുന്ന റെക്കോർഡ് എന്ന് പറഞ്ഞാൽ 120 ദിവസം കൊണ്ട് 70 കൊലപാതകം. അപ്പൊ 400 ദിവസം ഈ രംഗത്താണ് റെക്കോർഡ് ഉണ്ടാക്കുന്നത്. എവിടെ ലൈഫ് ബോയ് ഉണ്ടോ അവിടെ ആരോഗ്യമുണ്ട് എന്ന് പറയുന്ന പോലെ CPM എന്ന് കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്നെല്ലാം തന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ നിത്യസംഭവമായി മാറിയിട്ടുണ്ട്. BJPക്കാരൻ കൊല്ലപ്പെട്ടപ്പോൾ ഉയരുന്ന ഈ ധാർമ്മിക രോഷം ആദ്യം CPIMകാരൻ കൊല്ലപ്പെട്ടപ്പോൾ എവിടെ പോയി എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോഴും ആക്രമണവും കൊലപാതകവും അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ആര് എവിടെ തടയിടണം എന്ന് ആലോചിച്ചുകൊണ്ടേയിരിക്കുക എന്ന് മാത്രം ഒരു പോംവഴി. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. EP രാജിവെക്കുമോ ഇല്ലയോ എന്ന ആശങ്കയുമായി പ്രധാന വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി.
ഇപിയുടെ ജന്മം ജേക്കബ് തോമസിന്റെ കയ്യിൽ. ത്വരിതാന്വേഷണത്തിന് വിജിലൻസ് പുറപ്പെട്ടു. അന്വേഷിച്ച് ഇമേജ് തിരിച്ചു പിടിച്ചു തരണമെന്ന് മുഖ്യമന്ത്രി. തെറ്റുപറ്റിയെന്ന് തിരിച്ചറിഞ്ഞാൽ അത് അവനവനായാലും ശരി, പുത്രനായാലും ശരി, സത്യങ്ങൾ ഏറ്റു പറയണം സർ. ജനങ്ങളോട്, സഖാക്കളോട്, പ്രസ്ഥാനത്തോട്. അതാണ് സർ ലെഫ്റ്റിസ്റ്റ്, അതാണ് സർ ലെനിനിസ്റ്റ്, അതാവണം സർ കമ്മ്യൂണിസ്റ്റ്. തെറ്റുപറ്റി ധരിക്കല്ല എന്ന് നിശ്ചയമുണ്ടെങ്കിൽ നിർത്തണ്ട, അന്വേഷണം തുടരാം. ഏട്ടൻ ഇങ്ങനെ വാശിയും ബഹളം ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. നിന്റെ ലൈഫിന്റെ പ്രശ്നം. എന്നെ ധിക്കരിച്ചാൽ ഞാൻ പിന്നെ കുടുംബത്തെ കയറ്റില്ല, ഓർത്തോ? രാജിവെക്കാതിരിക്കാൻ വഴികൾ തേടി ഇപി. KM മാണിയെ പോലെയാക്കി വഴിയിൽ ഉപേക്ഷിക്കല്ലേ എന്ന് അഭ്യർത്ഥന. എല്ലാം വീണുടയുമ്പോൾ നിസ്സഹായനായി വ്യവസായ മന്ത്രി. ഇക്കാര്യത്തിൽ പാർട്ടി കണ്ണടച്ചൊരു തീരുമാനം എടുക്കരുത്. കഴിഞ്ഞ 25 വർഷക്കാലമായി ഞാൻ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ആളാ. ഞാൻ പാർട്ടിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്ന് നിങ്ങൾക്കറിയാം. ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ഞാൻ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞ ഞാൻ സമ്മതിക്കൂല. ഇത്രയും പത്രങ്ങൾ ഒരുമിച്ച് പറയുമ്പോ പാർട്ടിക്ക് വെറുതെ നോക്കിയിരിക്കാൻ ഒക്കോ? നമ്മളിപ്പോ തൽക്കാലം ചിന്തിക്കേണ്ടത് പാർട്ടിക്കുണ്ടായിട്ടുള്ള ചീത്തപ്പേര് എങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ളതിനെ പറ്റി. മാപ്പർഹിക്കാത്ത തെറ്റുകളുടെ ഭാരവും പേറി ശാപങ്ങളുടെ തീയാളുന്ന കളിയരങ്ങിൽ ഇനിയും എത്ര കാലം ആർക്കറിയാം. പ്രാണനിലേതോ നിഴലുകളാടുന്നു. രാജിവെക്കും മുമ്പ് മുഖ്യമന്ത്രിക്ക് ഇപിയുടെ അവസാന നൈവേദ്യം. കൊട്ടും കഴിഞ്ഞ് ഉടുക്കും ഉപേക്ഷിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. നാവാമുകുന്ദന് കൊടുത്തതിന്റെ ബാക്കി ഇത്തിരി നിവേദ്യമുണ്ട്, അതിന്നാ സ്വീകരിക്കുക. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ. ജയരാജന്റെ മാതിരി ഈ മണ്ടന്മാർ ലണ്ടനിൽ എന്നൊക്കെ പറയുന്നതിന് പകരം മണ്ടന്മാർ മന്ത്രിസഭയിൽ. യുവാക്കൾ വരുമ്പോൾ കസേര പോകുമോ എന്ന പേടിയിൽ കോൺഗ്രസ് നേതാക്കൾ. പ്രേം നസീറും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ നിൽക്കും പോലെ പിടിച്ചു നിൽക്കാമെന്ന പ്രതീക്ഷയിൽ KC അബു. മമ്മൂട്ടി മോഹൻലാൽ ഇരിക്കുമ്പോൾ തന്നെയാണല്ലോ ഈ സുരേഷ് ഗോപിക്കൊക്കെ ഭരതൊക്കെ കിട്ടിയെങ്കിലും മമ്മൂട്ടിക്കും മോഹൻലാലിനും പകരമായില്ല. പക്ഷേ മമ്മൂട്ടിയും മോഹൻലാലും ഉള്ളപ്പം തന്നെ പൃഥ്വിരാജ്. അപ്പോൾ ആരെങ്കിലും മാറണം ഒരാൾക്ക് വരാൻ എന്ന ഒരു അഭിപ്രായം എനിക്കില്ല. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.